നമസ്കാരം. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഒരു ഹർജി കേൾക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞ് മാറാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ജഡ്ജി അതിൽ നിന്നും മാറിയിരിക്കുന്നത്. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും മാറിയിരിക്കുന്നത്. ഈ കേസ് മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്ന രീതി, ആ നിയമിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. 2023 നിയമമാണ്. ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത്. അതായത് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷണർമാരെയും നിയമിക്കാനുള്ള പാനലിൽ നിന്നും സുപ്രീം കോടതി ജഡ്ജിയെ ഒഴിവാക്കിയിരിക്കുന്നു ഈ നിയമം. അങ്ങനെ ഒഴിവാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജികൾ വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയതിനെ കുറിച്ചാണ് ഈ ഹർജി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താൻ കേസ് കേൾക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വരാൻ സാധ്യതയില്ലാത്ത ജഡ്ജിമാരുള്ള ഒരു ബെഞ്ച് ഇത് കേൾക്കണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഈ കേസ് അല്ലെങ്കിൽ ഈ ഹർജി ഒരു പരിധിവരെ തമാശയാണ്. രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അതുപോലെ തന്നെ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? 2023 അതിന് കൃത്യമായ ഒരു നിയമം രാജ്യത്തുണ്ടായത്. അതിനു മുമ്പ് എന്തായിരുന്നു രീതി എന്ന് ചോദിച്ചാൽ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ രാഷ്ട്രപതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി നിയമിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് ആരാകണം ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അടുത്ത കാലത്ത് 2023 വരെയും. അതിന് മാറ്റമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ ഒരു ഹർജി വരുന്നു. സുപ്രീം കോടതി ഇതിനൊരു തീരുമാനമെടുക്കുന്നു. ശരിയാണ്, ഇതിനൊരു കൃത്യമായ നിയമം വേണം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കാൻ ഒരു നിയമം വേണം. ആ നിയമം ഉണ്ടാക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്, പാർലമെൻറ്റിൻ്റെ കടമയാണ്. എന്നാൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാകുന്നത് വരെ ഞങ്ങളിതാ ഒരു പാനൽ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ സുപ്രീം കോടതി ഒരു പാനൽ പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആ പാനലിനകത്ത് വന്നു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന ഒരു പാനലാകണം ഇനി മുതൽ ഈ അടുത്ത നിയമം വരുന്നതുവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുക എന്നന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. 2023 മാർച്ച് മാസത്തിലാണ് ഇങ്ങനെയൊരു ഉത്തരവ് വരുന്നത്. 2023 തന്നെ ഡിസംബർ മാസത്തിൽ നിയമനിർമ്മാണമുണ്ടായി. സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം തന്നെ നിയമനിർമ്മാണമുണ്ടായി. ആ നിയമത്തിൽ പ്രധാനമന്ത്രി, മന്ത്രിസഭയിലെ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മുതിർന്ന മന്ത്രി, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു പാനലാണ് ഈ നിയമപ്രകാരം സത്യത്തിൽ ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കേണ്ടത്. ഇതിനെതിരെയാണ് ഹർജി പോയിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയെ ഒഴിവാക്കിയിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ. അത് പാടില്ല എന്ന് പറഞ്ഞ് ചില കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിൽ ഒരു ഹർജി നൽകിയത്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ, അതായത് 2023 വരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരുന്നത്? അന്ന് ഒരേ ഒരു വ്യക്തിയുടെ തീരുമാനമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നയാളായിരിക്കും അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും. UPA ഭരണകാലത്ത് അത് പ്രധാനമന്ത്രി പോലും ആയിരുന്നില്ല തീരുമാനമെടുത്തത്, സോണിയാഗാന്ധി ആയിരുന്നു. അന്നത്തെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത് സോണിയാഗാന്ധി ഇന്നയാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സോണിയാഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒറ്റയ്ക്ക് എടുക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടേത്. എന്നാൽ 2023 സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശാനുസരണം അത് മാറുന്നു. പ്രധാനമന്ത്രി, മന്ത്രിസഭയിലെ ഒരു അംഗം, പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ കൂടി വാദങ്ങൾ കേട്ട ശേഷം, അല്ലെങ്കിൽ ഇവർ 3 പേരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കേണ്ടത്. തീർച്ചയായും ഒരു സുതാര്യമായ ഒരു നിയമം 2023 മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെ ഉണ്ടായത്. എന്നാൽ അതിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് 2023 മുമ്പ് ഒരിക്കലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള ചുമതലയുണ്ടായിരുന്നില്ല. പക്ഷേ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഹർജി ഇപ്പോൾ വന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ താൻ ഈ ഹർജി കേൾക്കുന്നില്ല. ഇനി മറ്റു ബെഞ്ചുകളെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയില്ലാത്ത ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഒരു ബെഞ്ച് ഇത് കേൾക്കട്ടെ എന്നിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്,
തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.